ഇന്ന് ഞാൻ ചായ തയ്യാറാക്കാൻ പോവാണ്. ഞാൻ ചായ ഇടാൻ അതിന് നമ്മൾ പാൽ അടുപ്പിൽ വെച്ചു. പിന്നെ അതിലോട്ട് ഞാൻ പാലൊഴിക്കുവാണ്. ഞാൻ ചായ ഇടാൻ കയറി കഴിഞ്ഞാൽ പാലൊഴിച്ച് അപ്പോൾ ഇതിൽ ഇച്ചിരി വെള്ളം എടുക്കണം. വെള്ളം എടുക്കാൻ നമ്മുടെ ഫിൽറ്ററിൽ നിന്ന് വെള്ളം എടുക്കുവാണ്. ഞാൻ ചായ ഇടാൻ കയറി കഴിഞ്ഞാൽ അടുക്കള മൊത്തം പിന്നെ കാട്ടിൽ ആന കയറിയ പോലാണ്. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുകയാണ്. വെള്ളം ഒഴിക്കുവാണ്. വെള്ളം ഒഴിച്ച് അതിനകത്ത് തീ കൂട്ടി വെച്ച് ഞാൻ ഫുൾ ഫ്ലെയിമിൽ വെക്കുവാണ്. ഞാൻ എന്ത് കാര്യം ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. അത് എൻ്റെ സ്പെഷ്യൽ നളപാചകമാണ്. നല്ല ടേസ്റ്റാണ് ഞാൻ എന്തുണ്ടാക്കിയാലും. ഇപ്പം മുട്ട പുഴുങ്ങി വെച്ചാൽ പോലും പുഴുങ്ങിയ മുട്ട തിന്നാൽ പോലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനങ്ങനെ ചായ അടുപ്പത്ത് വെച്ച് ഇവിടെ എല്ലാം നാശമാക്കി ഇടും. ഞാനാണെങ്കിൽ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ നമ്മുടെ വീട്ടുകാർക്ക് പിന്നെ ചീത്ത വിളിയായി പിന്നെ അവിടെ പണിയാണ്. ഞാനാണെങ്കിൽ അങ്ങ് വൃത്തിയാക്കി അപ്പം അങ്ങനെ പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അക്കുളിനകത്ത് ഇടാനുള്ള കറിവേപ്പില്ല, അത് ഞാൻ തയ്യാറാക്കിയാൽ അറിയത്തില്ല, അതാണ് അതിലിടാനുള്ളത്. അപ്പം ഞാൻ പാലങ്ങനെ തിളപ്പിക്കുവാണ്. അപ്പം അതിലോട്ട് ഞാൻ ഇച്ചിരി ഇടാൻ പോകുന്ന ഇച്ചിരി പഞ്ചസാര കുറവാണ്. എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ഷുഗറുണ്ട്. 130, 140 ഒക്കെ ഷുഗറുണ്ട്. അപ്പോൾ ഇത്രയും പഞ്ചസാര ഇടാം. ഇത്രയൊന്ന് പഞ്ചസാര ഇടാം. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഞാൻ വേറെ സെപ്പറേറ്റ് ഇടാം. വീട്ടുകാർക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് തേയിലപ്പൊടി ഇടാം. തേയിലപ്പൊടി ഈ തേയിലയാണ്. ഇവിടെ എന്തുവാ എന്തുവാ അതിൻ്റെ പേര്? തേയിലയുടെ പേരെന്തുവാണ്? കണ്ണു കാണില്ല. വിക്രം ഇലാച്ചിയ, ഇതാണ് തേയിലപ്പൊടി. അപ്പം പാല് നോക്കാൻ തുടങ്ങി. അപ്പം ഇതിനകത്ത് ഈ തേയിലക്കകത്ത് അതിനകത്ത് ഏലക്ക എല്ലാ സാധനങ്ങളും നാച്ചുറലായിട്ടുള്ള എല്ലാം മിക്സ് ചെയ്താണ് വരുന്നത്. അതിനകത്ത് ഉണ്ടോ? അപ്പം ഇതെല്ലാം മിക്സ് ചെയ്തുള്ള തേയിലയാണ്. അപ്പം ഞാൻ അതിനകത്തൊരു 3 സ്പൂണ് തേയില, 1, 2, ഇത് മതി. 3 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അതിന് നല്ലതായിട്ട് തിളച്ച് വരണം. തിളച്ച് തേയില അത് വെന്ത് പിടിക്കണം. ഇനി തേയില അത് നല്ലതായിട്ട് വെന്തിട്ട് അതിനകത്ത് കളർ കിട്ടും. നല്ല തിളച്ച് പൊങ്ങി നല്ല കളർ വരണം. ആ കളർ വന്നാലേ നമുക്കത് ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെയൊക്കെ ഹോട്ടലുകളിലൊക്കെ അതാണ്. ചായ നല്ലതായിട്ട് അവർ തിളപ്പിച്ച് അത് കുറേ പറ്റിക്കഴിഞ്ഞാണ് അത് എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ചായ കുടിക്കാൻ. ഞാനപ്പോൾ അത് ഇവിടെ ഞാനൊരു മണി പ്ലാന്റ് ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒരു മണി പ്ലാന്റ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു തണ്ണിമത്തങ്ങയുടെ വേറൊരു കാര്യമാണിത്. ഇത് അകവും മഞ്ഞ കളറാണ്. നമ്മുടെ നാട്ടിലെ കുമ്പളങ്ങ മത്തങ്ങ പോലെ ഇരിക്കും. ഇത് പൊളിച്ചിട്ട് തിന്നാനുള്ളതാണ്. പച്ചക്ക് അതിനകത്ത് തിന്നാൻ നല്ല തണ്ണിമത്തങ്ങ പോലെ സെയിം വാട്ടർ മെലൺ പോലുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചായ ഇവിടം വരെ ആയിട്ടുണ്ട്. ചായ ഇങ്ങനെ തിളയ്ക്കാറായി. അപ്പം തിളച്ച് കഴിഞ്ഞ് ചായ കുടിക്കണം. അതുവരെ നമ്മുടെ അക്കുളൊന്ന് നോക്കാം. അക്കുളം 4 മണി പലഹാരം. ഇതിനകത്തോട്ട് അപ്പോഴത്തേക്ക് ഇതൊന്ന് വിടാം. മുളക് നമ്മുടെ കരിവേപ്പില വെച്ചത് ഇതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് എൻ്റെ ചായ തിളച്ചു പോകുന്നു. എൻ്റെ ചായ തിളച്ചു പോകുന്നു. പക്ഷേ തീയാണോ? ഞാൻ തീ ഒന്നുകൂടെ ഒന്ന് കത്തിക്കട്ടെ. അടച്ച് അങ്ങോട്ടൊന്ന് മാറിയപ്പോഴത്തേക്ക് തിളച്ചതാണ്. ഇതെല്ലാം വൃത്തികേടാക്കും. പെട്ടെന്നാണ് ചായ തിളച്ച് കിട്ടിയത്. ഇവിടെ വന്ന് ചായ തിളച്ച്
ഇതുപോലെ തിളച്ച് വരണം. ഇതുപോലെ തിളച്ച് നമ്മൾ ഇത്തിരി ഫ്ലെയിം കുറച്ച് ചുമ്മാ അതുകൊണ്ട് അതൊരു കളർ വ്യത്യാസം വരുന്നുണ്ട്. നല്ല മേളിൽ പാലിങ്ങനെ കടിഞ്ഞു കൂടി ഒരു ചുമന്ന കളർ പോലെ ഇതുപോലെ തിളച്ച് കിട്ടണം. നമ്മൾ കുറേ നേരം അത് തിളച്ച് വെക്കണം, തിളപ്പിക്കണം. എന്നാലേ ആ തേയില നല്ലതായിട്ട് വെന്ത് വരണം. അന്നേരം ആ ചായക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ എനിക്കും ഒരു ഗ്ലാസ് ചായ ഒന്നും ഞങ്ങൾ കുടിക്കത്തില്ല. ഞങ്ങൾ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചായ അത്ര ഇവിടെ കുടിക്കത്തുള്ളൂ. പക്ഷെ അതൊരു ചായയാണ്. നാട്ടിലൊക്കെ നമ്മൾ വെള്ളം പോലല്ല ചായ ഉണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനല്ല, നല്ല കട്ടിയായിട്ട്. ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ അതൊരു കൂടി ചായയാണ്. വേണ്ട ഇവിടെയൊക്കെ ചായക്കടകളിലൊക്കെയാണ് ഇതുപോലെ ചായ ഇങ്ങനെ അടുപ്പേ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ചെല്ലുന്നുണ്ട് ഇതിൻ്റെ ഗ്ലാസ് കൊണ്ട് എടുത്ത് അവർ അടിച്ച് നമുക്ക് തരിക ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുക. അപ്പം പറ്റും. പക്ഷെ ഒരു ചായക്ക് ഇവിടെ 10 രൂപ. ഒരു ചായക്ക് 10 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ, നമ്മുടെ നാട്ടിലെ ഗ്ലാസിൻ്റെ 1/4 ഭാഗമേ ഉള്ളൂ. എന്താ അതിൻ്റെ കട്ടിങ് എന്നതാണ് പറയുന്നത്. ഇപ്പം നോക്കും, ഇത് പരുവായിട്ടുണ്ട്. ഇനി ഈ ചായ കുടിക്കണം നമ്മൾ. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുവാണ്, നിർത്തുവാണ്. ഇതാണ് ചായ. അപ്പം ഞാൻ ഇന്ന് അട്കുളും തയ്യാറാക്കി, ചായയും തയ്യാറാക്കി. ഞങ്ങൾക്ക് ഫ്രീ ആണ്. ഞങ്ങൾക്ക് ഉച്ച വരെ ഉള്ളൂ സ്കൂള്. 3 മണി വരെ സ്കൂള്, 3:30 വരെ സ്കൂള് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന്. അപ്പോൾ എന്തായാലും ഇന്നൊരു മൂഡ് തോന്നി വന്നത് എന്തൊക്കെ ഒന്ന് ചെയ്യണമെന്ന്, എന്തായാലും ഒരു പരിപാടി ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഇനി അടുക്കളയിലോട്ട് കയറുകയാണ്. അങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ അടുക്കളയിൽ കയറും. അതുപോലെ ഇന്ന് ഞാൻ കുറച്ച് വേറൊരു കാര്യം ചെയ്യാമായിരുന്നു. ഇച്ചിരി ഇറച്ചി ഉണ്ടായിരുന്നു, ഇറച്ചി മേടിച്ചായിരുന്നു. ആ ഇറച്ചി ഇങ്ങനെ വേവിച്ച് ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു. ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിയിറച്ചി അല്ല, മറ്റേ ഇറച്ചിയാണ്. അത് ഇവിടെ ഇങ്ങനെ ഞാൻ പറയുന്നില്ല വീഡിയോയിൽ ഓപ്പണായിട്ട്. അപ്പം ഞാൻ വല്ലപ്പോഴും എനിക്ക് ഇഷ്ടമാണത്, എന്നാലും വലുതായിട്ടൊന്നും കഴിക്കത്തില്ല. ഞാൻ ആട്ടിറച്ചി മേടിക്കും. ആട്ടിറച്ചി മേടിച്ച് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വെക്കും. പിന്നെ ഇന്നലെ മെനങ്ങാന്ന് എനിക്ക് തോന്നി അതൊന്നും മേടിക്കണം വിചാരിച്ചു. ഇവിടെ 1 കിലോയ്ക്ക് 325 രൂപയേ ഉള്ളൂ. അപ്പം ഞാനൊരു കിലോ മേടിച്ച്, ഞാൻ ഒറ്റയ്ക്കേ കഴിക്കത്തുള്ളൂ. ഇടയ്ക്ക് അതിങ്ങനെ വേവിച്ച് വെച്ച് ഫ്രിഡ്ജ് വെച്ചേക്കാം. എന്നിട്ട് കുറച്ച് എടുത്ത് ഞാനത് ഫ്രൈ ചെയ്യും. അപ്പം ഇന്ന് ആദ്യത്തെ പരിപാടി എനിക്ക് വന്ന ഉടനെ വിശന്നായിരുന്നു. അന്നേരം ഞാൻ ഇച്ചിരി ചോറും തൈരും പച്ചമുളകും പിന്നെ പയർ തോരനും ചെറുപയർ തോരൻ വെച്ചതും പിന്നെ മാങ്ങാച്ചാറും പിന്നെ തക്കാളി അച്ചാർ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. എന്തോ അതിന് പറയുന്നത് തക്കാളി ടൊമാറ്റോ പിക്കൽ എന്ന് പറയും. അതുകൂടെ കൂട്ടി ഞാൻ ഇച്ചിരി നല്ല തണുത്ത ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ മറ്റവനെ എടുത്തിട്ട് അവനെ ഞാനൊന്ന് റെഡി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അവനെ ഞാൻ കാണിച്ചില്ല. ഇതാണ് ആ സാധനം. അവനെ കണ്ടോ, ഇത് നല്ല പൊളിയാണ്. ഇങ്ങനെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് വെച്ച് ഇനി 2 ദിവസത്തേക്ക് ഇത് രാത്രി കുറച്ച് എടുത്ത് കഴിക്കും ചോറിൻ്റെ കൂടെ ചിച്ചിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ ചായ റെഡിയായി, ചായ നിർത്തുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിച്ചു. ഇന്നത്തെ തമാശ പറച്ചിലെല്ലാം നിന്ന് ഓക്കെ. നന്ദി. എല്ലാവർക്കും ഒരു സന്തോഷമായ സായാഹ്നം ആശംസിക്കുന്നു.